ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്കിന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കണ്ടാലോ? അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പിൻ്റെ പൊടിയിലാണ്, നിങ്ങളാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ തയ്യാറാക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഇത് നമുക്ക് ഈ ഉപ്പ് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതിനെ സ്കിപ്പ് ചെയ്യാം. ചേർത്താലായിരിക്കും നല്ല കൂടി ടേസ്റ്റ്, കാരണം കറിയൊന്നും ഇല്ലാതെയാണല്ലോ നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അതിൽ ആവശ്യമുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ചുവന്ന നിറത്തിലുള്ള മുളകാണ്. ഒക്കെ വേണമെങ്കിൽ പച്ച നിറത്തിലുള്ള പച്ചമുളക് തന്നെ എടുത്താലും മതി. ഞാനിപ്പോൾ ഒരെണ്ണമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. 1 കപ്പ് പൊടിക്ക് 1 കോഴിമുട്ട എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 കപ്പ് വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ 2 കപ്പ് എടുത്തിട്ട് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കയ്യിലുണ്ടെങ്കിൽ 1/4 കപ്പ് ചീസാണ്, മൊസറല്ല ചീസാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെന്തായിട്ടും ഉണ്ടാവും ഫ്രീസിലോട്ട്, അപ്പോൾ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 1/4 കപ്പ് നിറയെ എടുത്തിട്ടുള്ളത്. നമുക്കൊരു ടീസ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ഡോ ആക്കി മാറ്റാം. അങ്ങനെ ഞാൻ നല്ലവണ്ണം ഇത് കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി ഈ കൗണ്ടർ ടോപ്പിൽ വയ്ക്കുന്ന ബോർഡിലോ അല്പം ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. അധികം കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഞാനിപ്പോൾ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത്രയും കനത്തിൽ പരത്തിയെടുക്കണം, കൂടുതൽ നേരതായി പോകരുത്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ടോ പിസ്സ കട്ടർ വെച്ചിട്ടോ ഇതിനൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റണം. ഇതേപോലെ നമുക്കൊരു 8 കഷ്ണങ്ങളാക്കി മാറ്റി വരാം. ഇത് ഞാനിപ്പോൾ 8 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ വണ്ണത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതിനൊന്ന് പാൻ ചൂടാക്കാൻ വെക്കാം. അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വരണം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നുള്ളത്. ഇപ്പോൾ ഓയിൽ നല്ലവണ്ണം ചൂടായിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം ഇതിലോട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി ആ സൈഡ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഉണ്ടല്ലോ, ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി നല്ലവണ്ണം തിരിച്ചിട്ട് കൊടുക്കുക. ഒട്ടും തന്നെ ഓയിലൊന്നും കൊടുക്കില്ല. നമുക്ക് 2 ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കണ്ടല്ലോ, 2 സൈഡ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല ഈസി ആയിട്ടുള്ള കറിയൊന്നും ഇല്ല വേണ്ടാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വേണേൽ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോയിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.